സാം സെർവർ ഓക്കെ. അപ്പോൾ സാമിൻ്റെ കേസ് വളരെ ചുരുക്കി പറയാം. ഒരുപാട് ഇതാക്കണ്ട. എക്സ്ലാൻഡിസും ഫൈവും എക്സ്ലാൻഡിസിൻ്റെ സാമ്പും തമ്മിലുള്ള ഡീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50-50 പാർട്ണർഷിപ്പ്. അതിൽ ഹോസ്റ്റ് കാര്യങ്ങളെല്ലാം അവരെടുക്കണം. ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും അവർ മീറ്റ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ പ്രോഫിറ്റ് ഷെയറിൻ്റെ, അതായത് എത്രയാണോ അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻകം അതിൻ്റെ 50-50 ആയിരിക്കും ഈ പറയുന്നത് പോലെ എക്സ്ലാൻഡ് സാമിനുള്ളത്. അതെല്ലാം വന്ന് നോക്കിയിട്ട് അത് പകുതി പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കും. അത് അവർ ഹോസ്റ്റിൻ്റെ പേയ്മെൻറ്റ് ബാക്കിയുള്ളതെല്ലാം അവർ ക്ലിയർ ചെയ്യണം. ഇതായിരുന്നു നമ്മൾ വെച്ചിരുന്ന ഡീൽ. അപ്പോൾ എക്സ്ലാൻഡ് സാമിൻ്റെ കാര്യങ്ങളെല്ലാം ഫുൾ ആൻഡ് ഫുള്ളി നോക്കിയത് ആഡബ്രോ ആണ്. അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് ആണെങ്കിലും അത് അവരായിട്ടുള്ള സംസാരമാണെങ്കിലും അവരായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ആഡബ്രോ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് എന്തോ ഒരു പേയ്മെൻറ്റ് ഡിലേയുടെ കേസ് പറഞ്ഞവർ വന്നായിരുന്നു. ഇതുപോലെ പേയ്മെൻറ്റ് എന്തോ കിട്ടിയില്ലെന്നോ എന്തോ ഡിലേ വന്നെന്നോ എന്തോ പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് എൻക്വയറി ചെയ്തപ്പോൾ ആഡബ്രോ വെച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കേസ് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, അവർ കുറേ കംപ്ലയിൻറ്റ്സ് വന്നു നമുക്ക്. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് കംപ്ലയിൻറ്റുകൾ വന്നു. അതായത് എക്സലൻറ്റ് സാമ്പ് റൺ ചെയ്യുന്നത് പാർഷ്വാലിറ്റിയുടെ ബേസിസിലാണ്. അതേപോലെ തന്നെ അവർ ഡെവലപ്മെൻറ്റ്സ് പുഷ് ചെയ്യുന്നില്ല. അതേപോലെ ബഗ്ഗുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറി പറയുകയാണ് അവർ. അതേപോലെ കുറേ ഗ്യാങ്ങുകൾ ഡിസ്മാൻഡിലായി പോയി. കുറേ അഡ്മിൻസ്, അതായത് അവിടെ അഡ്മിനായിട്ട് കളിച്ച പലരും വന്ന് നമ്മളുടെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു. നമ്മൾ അവരെ വിളിച്ച് എൻക്വയറി ചെയ്തു, അവർക്ക് കുറേ വാർണിങ്സ് കൊടുത്തു. അതെല്ലാം റെഡിയാക്കണമെന്ന് പറഞ്ഞു. അവരെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ലാസ്റ്റ് എനിക്ക് ഒന്ന് സംസാരിച്ച സമയത്ത് നമ്മൾ അവർക്ക് 1 വീക്ക് ടൈം കൊടുത്തായിരുന്നു. 1 വീക്കിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്താണ് അവരെന്തോ പേയ്മെൻറ്റ് ഡിലേയുടെ കേസ് പറഞ്ഞത്. പേയ്മെൻറ്റ് ഡിലേയുടെ കേസ് പറഞ്ഞപ്പം എന്തോ അവർക്ക് എന്തോ ഹോസ്റ്റിൻ്റെ ഇഷ്യൂ ആണ് ഈ ബഗ്ഗുകളെല്ലാം. അതായത് സെർവറിലെ ബഗ്ഗുകളെല്ലാം ഹോസ്റ്റ് കൊണ്ടാണ് പറ്റുന്നതെന്നാണ് അവർ പറയുന്നത്. നമ്മൾ സെർവർ നടത്താത്ത പോലെ പറയുന്നത്. പോട്ടെ, നമ്മൾ വിചാരിച്ചാൽ ശരി, ഇനി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം. പേയ്മെൻറ്റ് ആഡബ്രോ ആയിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. സോ ആഡബ്രോ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അതുവരെ ഇനി പ്ലേയേഴ്സിനെ മടുപ്പിക്കേണ്ട. നമ്മൾ സർവർ സൈഡ് ഇവിടുന്ന് നമ്മൾ ഹോസ്റ്റ് എടുത്ത് കൊടുക്കാം. അതിൻ്റെ പേയ്മെൻറ്റ് എന്തായാലും നമ്മൾ മറ്റേ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഡിഡക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതേപോലെ അവർക്ക് ഹോസ്റ്റ് എടുത്ത് കൊടുത്തു. 2 മാസം എന്താ ഹോസ്റ്റ് ഓടിയെന്ന് തോന്നുന്നു. എന്നിട്ടും അതിലെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഫിക്സ് ആയിട്ടില്ല. ഓക്കെ, അറൗണ്ട് ഇപ്പോൾ 2 മാസത്തെ പേയ്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ 2 മാസത്തെ പേയ്മെൻറ്റ് ആ ഹോസ്റ്റിൻ്റെ കൊടുത്തിട്ട് പോലും ഇപ്പം ഇങ്ങനെ വല്ല 1.5 മാസമായി കാണും. ഇതുവരെ ആ സെർവറിൻ്റെ ഒരു ബഗ്ഗും ഫിക്സ് ആയിട്ടില്ല. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ആ സെർവർ ഓടിക്കാൻ താല്പര്യമില്ല. എല്ലാവരുടെയും കംപ്ലയിൻറ്റ്സ് അതിലെ മാനേജ്മെൻറ്റ് ശരിയല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരാളോ 2 പേരോ വന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, മേ ബി ഇഷ്ടക്കേട് കൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഒരു സെർവറിൽ കളിക്കുന്ന മിക്ക ഗ്യാങ്ങുകളും ആ സെർവറിൽ തന്നെ ഇരിക്കുന്ന അഡ്മിൻസ് ഉൾപ്പെടെ, മനസ്സിലായോ, ആ സെർവറിൽ ഉണ്ടായിരുന്ന അഡ്മിനായിട്ട് കളിച്ചിരുന്ന ആൾക്കാർ വരെ പറയുകയാണ് ഇവരുടെ ഇത് ശരിയല്ല. ഇവർ ഒരു സൈഡ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവർ ഇതേപോലെ അവിടെ ചെല്ലുന്നവർക്ക് പട്ടി വിലയാണ്, നിനക്കൊക്കെ വേണമെങ്കിൽ കളിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എന്നുള്ള രീതിയിലുള്ള സംഭവം വന്നു. നമുക്കത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. മനസ്സിലായോ, നമ്മളൊരു സെർവർ നടത്തിക്കൊണ്ട് പോകുമ്പം അതിന് മിനിമം ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. എക്സ്ലാൻഡിസ് എന്ന പേര് ഉപയോഗിച്ചിട്ടാണ് അവർ ആ സെർവർ നടത്തുന്നതെന്നുണ്ടെങ്കിൽ മിനിമം അതിൽ ഒരു ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യാതെ ആ സെർവർ റൺ ചെയ്യാൻ നമ്മൾ സമ്മതിക്കത്തില്ല. മനസ്സിലായോ, നമുക്ക് പേര് കളയാൻ താല്പര്യമില്ല. അവർക്ക് കൊടുത്തിരുന്ന 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, എന്നിട്ടും ബഗ്ഗുകളെല്ലാം അതേപോലെ തന്നെ ഉണ്ട്. ഹോസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, ഡീഡോസ് അറ്റാക്കെല്ലാം പ്രിവെൻ്റ് ആയി. പക്ഷേ ഇതേപോലെ തന്നെ ബഗ്ഗുകൾ ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഇത്രയും കംപ്ലൈൻറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരെ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്നലെ ആഡബ്രോ സംസാരിച്ച് നമ്മൾ അവരായിട്ടുള്ള ഡീൽ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ കഴിഞ്ഞ മാസത്തെ ഇതുവരെ ഉള്ള പേയ്മെൻറ്റ് എടുത്തിട്ട് എത്രയാണ് വന്നത് എന്ന് നോക്കിയിട്ട് അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അറൗണ്ട് ഒരു 6600 രൂപ എന്തോ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 മാസം അവരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റിൻ്റെ പേയ്മെൻറ്റ് വാങ്ങാത്ത എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 1500 രൂപ വരും. 1500 ഒരു മാസമേ. അങ്ങനെ 2 മാസം വരുമ്പോഴത്തേക്ക് അവിടെ ഒരു 3000 രൂപ. ആ 3000 രൂപ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി 3600 രൂപ കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇന്നലെ ഇവരോട് ഇത് പറഞ്ഞ സമയത്ത് അവർ സെർവർ ന്യൂക്ക് ചെയ്യാനൊന്ന് ശ്രമിച്ചു. എക്സ്ലാൻഡിസിൻ്റെ സാം സെർവർ ഒന്ന് ന്യൂക്ക് ചെയ്യാൻ അവരൊന്ന് ട്രൈ ചെയ്തു. അതായത് സിമ്പിളാണ്, അതിലുള്ള ആൾക്കാരെ റോൾ ഡിലീറ്റ് ചെയ്യുക, ആൾക്കാരെ കിക്ക് ചെയ്യുക, ഈ പരിപാടി. പക്ഷേ ഓൾറെഡി നമ്മളിത് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മളൊരു പ്രിവെൻഷൻ ബോട്ടിനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ചെയ്തവരെയല്ല അപ്പം തന്നെ സെർവറിൽ നിന്ന് കിക്ക് ചെയ്തു. ബോട്ട് കിക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് സെർവർ ന്യൂക്കിംഗ് പരിപാടി നടന്നില്ല.
അവരപ്പോൾ പിന്നെ അടുത്ത പരിപാടി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവറിൽ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഡേറ്റാബേസ്. ഓക്കെ, അതായത് സർവറിൽ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഡേറ്റാബേസ് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മനസ്സിലായോ? നമ്മുടെ സർവറിൽ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഡേറ്റാബേസ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ അടബ്രോട് പറഞ്ഞു, അടബ്രോ ഇനി ബാക്കിയുള്ള 3600 രൂപ കൊടുക്കാൻ വരട്ടെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്തതല്ലേ, അവന്മാരിനി ഡേറ്റാബേസ് കൊണ്ട് തന്നിട്ട് അവരുടെ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്താൽ മതി എന്ന് ക്ലിയർ കട്ടായിട്ട് അടബ്രോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വേണം, ബാക്കിയുള്ള 3600 രൂപ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡേറ്റാബേസ് കൊണ്ടുവന്ന് തരിക. അയ്യോ, അത് കഴിഞ്ഞ് പ്രാക്കൊക്കെ ആയിരുന്നു. എന്തായിരുന്നു പറഞ്ഞേ? ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ച് എന്തായിരുന്നു, ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ച് ജീവിച്ചോ എന്ത്? നിന്നോടൊക്കെ ദൈവം ചോദിക്കും. ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. എൻ്റെ പൊന്നു ബ്രോ, ദൈവം എന്നൊരാൾ മുകളിലുണ്ട്, സത്യമാണത്, കള്ളമല്ല. കാരണം അങ്ങനെ ഒരാൾ മുകളിലുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം ആ സർവറി ബാക്കിയുള്ള പ്ലേയേഴ്സിനോട് കാണിച്ചതും അതേപോലെ തന്നെ ഈ പറയുന്ന ഗ്യാങ്ങുകളോട് കാണിച്ചതിൻ്റെ ഒക്കെ പേരിലായിരിക്കും ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ മാനേജ്മെന്റ് സാധനം വരെ തെറിച്ചത്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ പ്ലേയേഴ്സ് കളിക്കുന്നത്. അല്ല, അത് വെറും തോന്നലാണ്. അവിടെ പ്ലേയേഴ്സ് വന്ന് കളിച്ചത് എക്സ്ലാൻഡിസിന്റെ സാം സർവർ എന്ന് പറയുന്നതിന്റെ പേരിലാണ് അവിടെ വന്ന് പ്ലേയേഴ്സ് കളിച്ചത്. മനസ്സിലായോ? അപ്പം അത്രയും ബാക്കി. അപ്പോൾ അവിടെ കളിക്കുന്ന ഇത്രയും പ്ലേയേഴ്സിനോട് നമുക്കൊരു ഇതുണ്ട്. മനസ്സിലായോ? അവർക്ക് ആ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അവരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ലാൻഡിസിന്റെ സാമ്പ് റീലോഞ്ച് ചെയ്യും വിത്തിൻ മൺഡേ അല്ലെങ്കിൽ വിത്തിൻ 1 വീക്ക്. എക്സ്ലാൻഡിസിന്റെ സാമ്പ് റീലോഞ്ച് ആവും. അത് വിത്ത് പുതിയ സ്ക്രിപ്റ്റുകൾ, മാപ്പുകൾ എല്ലാം. ഇപ്പം അവരെന്തോ കാര്യം പറയുന്നത് അവരുടെ സ്ക്രിപ്റ്റുകൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന്. എടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ സ്ക്രിപ്റ്റുകൾ അടിച്ചു മാറ്റുന്നത് എന്തിനാണ്? കാരണം ഓൾറെഡി അത് ബഗ്ഗാണ്. അത് ഫുള്ള് ബഗ്ഗായതുകൊണ്ടാണ് പ്ലേയേഴ്സും ഗാങ്ങും എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ്? അങ്ങനൊരു സാധനം ഞങ്ങൾക്ക് വേണ്ട, അതൊരു വേസ്റ്റാണ് ഞങ്ങൾക്ക്. മനസ്സിലായോ? ഞങ്ങൾക്ക് അങ്ങനത്തെ ബഗ് പിടിച്ച സാധനം വേണ്ട. അതുകൊണ്ട് തന്നെ എക്സ്ലാൻഡിസ് ഇനി ആർക്കും പാൺഷിപ്പ് കൊടുക്കുന്നില്ല. ഓക്കെ, എക്സ്ലാൻഡിസിന്റെ സാം സർവർ എക്സ്ലാൻഡിസ് ഡയറക്റ്റ് എടുത്ത് നടത്താൻ പോവുകയാണ്. ഇനി തൊട്ട് ആഡ്ബ്രോ ആയിരിക്കും സാം സർവർ ഫുൾ ആൻഡ് ഫുള്ളി നോക്കുന്നത്. അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ആഡ്ബ്രോ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അതിൽ നമുക്ക് അത് മെയിൻ സർവറും എക്സ്ലാൻഡിസ് സാമും തമ്മിൽ കണക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എക്സ്ലാൻഡിസിൻ്റെ തന്നെ ഒഫീഷ്യൽ സാം സർവറാണ്. പക്ഷേ രണ്ട് എൻറ്റിറ്റി ആയിട്ടായിരിക്കും ഓടുന്നത്. ദയവേത് എക്സ്ലാൻഡിസ് സാമ്പിൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ മെയിൻ സർവർ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മെയിൻ സർവറിലുണ്ട്. ഞങ്ങൾക്ക് മെയിൻ സർവറിൽ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ സാമ്പ് എക്സാമ്പ് എന്ന് പറഞ്ഞ പേരിലായിരിക്കും ഇനി റീലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് സാം സർവറിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ എക്സ്ലാൻഡിസിൻ്റെ സാമ്പ് ഇനി എക്സാമ്പ് എന്ന് പറഞ്ഞ പേരിൽ റീലോഞ്ച് ആവും. അത് മൺഡേ ഓർ വിത്തിൻ 1 വീക്ക് റീലോഞ്ച് ആവുന്നതായിരിക്കും. അതിൽ നമ്മൾ കുറേ പുതിയ മാനേജ്മെൻറ്റ് ടീമുകൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പോയ പഴയ അഡ്മിൻസിനും സ്റ്റാഫുകൾക്കും ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആഡ്ബ്രോനെ അല്ലെങ്കിൽ ടോണീനെ ബന്ധപ്പെടുക. ഇവരായിരിക്കും ഇനി മെയിൻലി ഇത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. എല്ലാം ഇനി ഒരു ക്ലിയർ പിക്ചറിൽ മുന്നോട്ട് പോട്ടെ.